Hi friends, കളേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളേഴ്സിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ മെഷീൻ റിപ്പയർ വീഡിയോ ആണ്. എൻ്റെ അടുത്തുള്ളത് ഇതുപോലൊരു സിംഗിൾ മെഷീനാണ്. നമ്മൾ മെഷീൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാഡ് സ്റ്റിച്ചാണ് വരുന്നതെങ്കിൽ അതെങ്ങനെ നമുക്ക് ശരിയാക്കി എടുക്കുന്നത് നോക്കാം. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നൂല് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. നൂല് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ബാഡ് സ്റ്റിച്ച് വരാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ അടിയിലെ സ്റ്റിച്ച് എനിക്ക് അത്ര വൃത്തിയിലല്ല കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ അടിയിലത്തെ സ്റ്റിച്ച് ബാഡ് സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻഷൻ ഇതൊന്ന് ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ലൂസിലാണ് ഇരിക്കുന്നത്, അതൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്ക്രൂ ലൂസാവുമ്പോൾ നൂലും നല്ല ലൂസിലാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് നമ്മൾ അടിയിലത്തെ സ്റ്റിച്ച് ബാഡായിട്ട് കിട്ടുന്നത്. അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് താഴേൽ നല്ല സ്റ്റിച്ച് കിട്ടും. നല്ലൊരു ടൈറ്റിലും അല്ല, എന്നാൽ നല്ലൊരു ലൂസിലും അല്ല, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ടെൻഷന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ. നമുക്ക് കൈ കൊണ്ട് നൂല് വലിച്ച് നോക്കിയാൽ തിരിയും. ഇപ്പം നമ്മൾ സ്റ്റിച്ച് നമുക്ക് നല്ല സ്റ്റിച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനി മുകളിലത്തെ സ്റ്റിച്ചാണ് നമുക്ക് ബാഡായിട്ട് കിട്ടുന്നതെങ്കിൽ അത് നമുക്ക് അടിയിലത്തെ ബോബിൻ കേസ് അഴിച്ചെടുത്തിട്ട് ബോബിൻ മാറ്റിയിട്ട് ആ കേസിലുള്ള ഈ ഒരു സ്ക്രൂ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അത് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലത്തെ സ്റ്റിച്ച് നല്ല സ്റ്റിച്ചായിട്ട് കിട്ടും. എൻ്റേതിപ്പോൾ നല്ല ടൈറ്റിൽ തന്നെയാണുള്ളത്, അതുകൊണ്ട് ഞാനിത് ടൈറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ബോബിൻ കേസിൽ ബോബിൻ ഇടുമ്പോൾ നൂല് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നൂല് ആ ഒരു സ്ലിറ്റിനുള്ളിലേക്ക് കയറ്റി വലിച്ചു കൊടുക്കണം. ആ നൂല് സ്ലിറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നമുക്ക് ബാഡ് സ്റ്റിച്ച് കിട്ടും. അതുപോലെ ഈ ഒരു ഭാഗം നമുക്കിനി ക്ലീൻ ചെയ്ത് നോക്കാം. ഈ ഒരു സ്ക്രൂ ആദ്യം ഒന്ന് അഴിച്ചെടുക്കാം. ഇത് 2-3 പാർട്സായിട്ട് ഉണ്ട്. അപ്പോൾ അഴിച്ചെടുക്കുമ്പോൾ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യം ഈ സ്ക്രൂ ഒന്ന് അഴിച്ചെടുത്ത് അതിനുശേഷം ഈ ഒരു സ്പ്രിങ് നമുക്ക് അഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പൂള് ഇതെങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് അഴിച്ചെടുക്കുക. സ്പൂള് അഴിച്ചെടുക്കുക. സ്പൂള് ഇതാ ഈ ഒരു രീതിയിലാണ് സ്പൂള് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ഒരു ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു പൊടിയും അഴുക്കൊക്കെ വൃത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഈ എല്ലാ പാർട്സും അതുപോലെ ബ്രഷ് കൊണ്ട് വൃത്തിയാക്കി കൊടുക്കുക. എന്നിട്ടൊരു തുണി ഉപയോഗിച്ച് എല്ലാം നന്നായി തുടച്ചിട്ടെടുക്കാം. നമുക്ക് ഇനി ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അഴിച്ചെടുത്ത ഓരോന്നും അതുപോലെ തന്നെ നമുക്ക് റീഫിറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ സ്പൂൾ ഇട്ട് കൊടുത്തു, ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് സ്പ്രിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റിലും അല്ല എന്നാൽ ലൂസിലും അല്ല, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഒരു പ്ലേറ്റ് നമുക്ക് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം. ആ ഒരു പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള 2 സ്ക്രൂ അഴിച്ചെടുത്താൽ ആ ഒരു പ്ലേറ്റ് നമുക്ക് ഈസി ആയിട്ട് അവിടുന്ന് എടുക്കാൻ പറ്റും.
ഇതുപോലെ 2 സ്ക്രൂ അഴിച്ച് വെച്ചിട്ട് ആ ഒരു പ്ലേറ്റ് നമുക്ക് ഇതുപോലെ അവിടുന്ന് ഊരിയെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റും അതുപോലെ അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് നന്നായി പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി തുടച്ചു കൊടുക്കുക. ഉൾവശം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നൂലിൻ്റെയും അതുപോലെ തുണിൻ്റെയും പൊടി നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓയിൽ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കൊക്കെ ഇതുപോലെ മെഷീൻ തുറന്നിട്ട് ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നമുക്ക് ആ ഒരു പ്ലേറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീല് സ്റ്റക്കായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ശരിയാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് ഈ ഒരു ഷട്ടിൽ അഴിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ അതും 2-3 പാർട്സ് ആയിട്ടുള്ള അതൊക്കെ അഴിച്ച് അതൊക്കെ വൃത്തിയാക്കി അതിൽ ഓയിൽ ചെയ്ത് റീഫിറ്റ് ചെയ്യുന്നത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ അത് പോയി കാണുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല നീറ്റിൽ നല്ലൊരു സ്റ്റിച്ച് നമുക്ക് താഴെയും മുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സ്ക്രൂ നമ്മുടെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനും ഉപയോഗിക്കുന്നതാണ്. സ്ക്രൂ ആദ്യം ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് താഴോട്ടും മുകളിലേക്കൊക്കെ ആക്കാൻ പറ്റും ഇത്. ഞാനിപ്പോൾ ഈ സ്ക്രൂ ഒന്ന് താഴോട്ടാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്കിതിവിടെ വളരെ ചെറിയ സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. താഴോട്ട് വെച്ചാൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ വലിപ്പം കുറച്ചിട്ട് കിട്ടും. നമുക്ക് സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ മുകളിലോട്ടാക്കിയിട്ട് നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അടിച്ചു നോക്കാം. അപ്പം നമുക്ക് സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂടിയിട്ട് കിട്ടുന്നതാണ്. ഞാനൊരു മിഡിൽ ഒരു 15-12ലാണ് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് വെക്കൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് സ്റ്റിച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും ഒരുപാട് മെഷീൻ്റെ പ്രോബ്ലംസും അതിൻ്റെ സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. അത് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.